സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിദീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. ഹജ്ജിനായിക്കൊണ്ട് തയ്യാറെടുക്കുമ്പോൾ ഒരു വിശ്വാസി ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടത് എന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിച്ചു തരുന്നുണ്ട്. ഹജ്ജിനു വേണ്ടി പണമടക്കുക, അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതിൽ കവിഞ്ഞ് ഹജ്ജിനായിക്കൊണ്ടുള്ള ഒരുക്കങ്ങളിൽ ഒരു വിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചുള്ള ചില സൂചനകൾ മാത്രം നൽകുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, ഏതൊരു കർമ്മത്തെയും പോലെ തന്നെ ഒരു വിശ്വാസിക്ക് ആദ്യമായി കൊണ്ടുണ്ടാവേണ്ടത് ഇഖ്ലാസാണ്, ആത്മാർത്ഥതയാണ്. ആത്മാർത്ഥതയില്ലാത്ത ഒരു പ്രവർത്തനം പടച്ചതമ്പുരാന് ആവശ്യമില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് റിയാകളിൽ നിന്നും ഒഴിഞ്ഞ് ആളുകളെ കാണിക്കുവാൻ വേണ്ടിയോ താനൊരു ഹാജിയാണ് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനോ അവരെ അറിയിക്കാനോ വേണ്ടി ഒന്നുമല്ലാതെ അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ളതായിരിക്കണം നമ്മുടെ ഹജ്ജ്. ആത്മാർത്ഥത എന്നുള്ളത് ആദ്യമായി ഒരു വിശ്വാസി ഹജ്ജിനായിക്കൊണ്ട് ഒരുങ്ങുമ്പോൾ സ്വായത്തമാക്കേണ്ടതായ ഗുണമാണ്. രണ്ടാമതായിക്കൊണ്ടുള്ളത്, ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഉടനീളം നമ്മൾ പാപമോചനത്തിനുള്ളതായ വേദികളായി നമുക്ക് കാണാൻ സാധിക്കും. എങ്കിൽ പോലും ഹജ്ജിന് ഒരുങ്ങുന്ന ഒരു വിശ്വാസി അതിനുവേണ്ടി അവൻ തയ്യാറെടുത്തത് മുതൽ നിരന്തരമായി കൊണ്ട് പടച്ചതമ്പുരാനോട് പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടേ ഇരിക്കണം. ആ പാപമോചനം നടത്തി പാപങ്ങളിൽ നിന്നും സുരക്ഷിതനായ നിലയിലായിരിക്കണം അവൻ ഹജ്ജിലേക്ക് പ്രവേശിക്കുവാനുള്ളതായ ഒരുക്കങ്ങൾ നടത്തേണ്ടത് എന്നുള്ളതാണ്. മറ്റൊന്ന്, മനുഷ്യരുമായി കൊണ്ട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളിൽ അവരുമായി കൊണ്ട് സംസാരിച്ച് അവരുടെ അടുക്കൽ നിന്നും അതിനുള്ളതായ ആ ഒരു പൊരുത്തം നമ്മൾ വാങ്ങേണ്ടതുണ്ട്. വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആളുകളെ പ്രയാസപ്പെടുത്തുകയോ ബുദ്ധിമുട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോടത് തുറന്നു പറഞ്ഞ് അവരിൽ നിന്നും അത് പുറത്തു തന്നു എന്നുള്ള ആ ഒരു വാക്ക് കേൾക്കുവാനായിക്കൊണ്ട് വളരെ വിനയാന്വിതരായിക്കൊണ്ട് അവരുടെ അടുക്കൽ നമ്മൾ പോവുകയും അത് പൊരുത്തപ്പെടിപ്പിക്കുകയും വേണം. മറ്റൊന്നായിക്കൊണ്ടുള്ളത് കടങ്ങളാണ്. കടങ്ങൾ തീർത്തുകൊണ്ടാവണം ഹജ്ജിന് പോകേണ്ടത്. എന്ന് വെച്ച് കടങ്ങളുള്ളവർക്ക് ഹജ്ജിന് പോകാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷേ നമുക്ക് കഴിവുണ്ട് എങ്കിൽ അപ്പോൾ തന്നെ അത് കൊടുത്തു വീട്ടുക. ഇനി കൊടുത്തു വീട്ടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഉള്ളത് എങ്കിൽ ഒന്നുകിൽ ആ കടം നമ്മൾ വേറെ കുടുംബത്തിലെയോ മറ്റോ ആരെങ്കിലും അത് ഏൽപ്പിക്കുക, അതല്ലെങ്കിൽ നമുക്ക് ആ കടം വീട്ടാനുള്ളതായ ആസ്തി ഉണ്ടായിരിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കടക്കാരനായ ആൾക്കും ഹജ്ജിന് പോകാം. പക്ഷെ പരമാവധി ആ കടങ്ങൾ, അതിന്റെ ഗൗരവം നമുക്കറിയാം, അത് വീട്ടിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് നല്ലതായിട്ടുള്ളത് എന്ന് മാത്രം. അതേപോലെ തന്നെ സക്കാത്ത് പോലെയുള്ള അവകാശങ്ങളൊക്കെ കൊടുത്ത് വീട്ടുന്ന ഒരവസ്ഥയും ഉണ്ടാവണം. മറ്റൊന്നുള്ളത് വസിയത്താണ്. വസിയത്തായിക്കൊണ്ട് എഴുതി വെക്കുവാനോ പറയുവാനോ ഉള്ള എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഹജ്ജിന് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് ആ വസിയത്ത് എഴുതി വെച്ചുകൊണ്ട് വേണം ഒരു വിശ്വാസി അതിനായിക്കൊണ്ട് പുറപ്പെടാൻ എന്നുള്ളതാണ്. പിന്നെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ചതായ സമ്പത്തായിരിക്കണം അവൻ അതിനു വേണ്ടി ഹജ്ജിന് വേണ്ടി ഉപയോഗിക്കും. നമുക്കറിയാം, മക്കാ മുശ്രിക്കുകള് ഹലാലായ സമ്പാദ്യം കൊണ്ട് വാങ്ങിയതായ ഡ്രസ്സ്, ഇഹ്റാമിന്റെ ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് നഗ്നരായിക്കൊണ്ട് അവർ തവാഫ് ചെയ്യാറുണ്ടായിരുന്നു അവരുടെ ചരിത്രം. അവിടെ അവർ എല്ലാതരം കൊള്ളവും കൊള്ളിവെപ്പും കൊള്ളരുതായ്മയും നടത്തിക്കൊണ്ടിരുന്നവരായ ആളുകളായിരുന്നിട്ടും അള്ളാഹുവിന്റെ ഭവനത്തിന് ചുറ്റുമ്പോൾ ഹറാമിന്റെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. തീർച്ചയായും ഒരു വിശ്വാസി ഹലാലായ സമ്പത്ത് മാത്രം അതിനുവേണ്ടി ഉപയോഗിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ്. പിന്നെ ഹജ്ജിന് പോകുമ്പോൾ നല്ല ആൾക്കാരുടെ കൂടെ ആവുക. നമ്മൾ പല സംഘങ്ങളും പല രീതിയിലുള്ള ട്രൂപ്പുകളെയും ഹജ്ജ് ട്രൂപ്പുകളെയും ഹജ്ജ് സംഘങ്ങളെയും ഹജ്ജ് ടൂറ് നടത്തുന്നവരായ ആളുകളുടെ കൂടെ പോയിട്ട് ഹജ്ജിന്റെ പ്രതിഫലം മാത്രമല്ല വിശ്വാസം കൂടെ പണയപ്പെടുത്തേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അള്ളാഹു അല്ലാത്തവരോടുള്ള വിളികളും തേടലുകളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെയായി ഹജ്ജിന്റെ പ്രതിഫലത്തിനപ്പുറം തന്റെ ഭൗതികമായ മുഴുവൻ കർമ്മങ്ങളും നഷ്ടപ്പെടുത്താൻ വരെ അത് കാരണമായി തീരും. അതുകൊണ്ട് നല്ല ആളുകളുമായിക്കൊണ്ട് ഒന്നിച്ചുകൊണ്ടാവണം ഹജ്ജിനായിക്കൊണ്ട് പോകുവാൻ നമ്മൾ തയ്യാറാവേണ്ടത്. പിന്നെ പരമാവധി ഹജ്ജിനെ കുറിച്ച് പഠിക്കണം. അവിടെ ചെന്നിട്ട് നമ്മൾ അടുത്തുള്ള ആളോട് ഇനി എന്താണ് കർമ്മം, എന്താണ്, ഇതെന്താ ചെയ്യേണ്ടത്, ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാനുള്ള അവസരമില്ലാതെ ഞാൻ ഇത്ര പണം മുടക്കി ഒരു കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. കർമ്മങ്ങൾ, പ്രത്യേകിച്ച് പ്രാർത്ഥനകൾ, അത് കാണാതെ പഠിക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. പിന്നെ യാത്രക്കാരുടെ നമസ്കാരം പോലെ, തയമ്മും പോലെ, ഖുഫകളിൽ തടവൽ പോലെയുള്ളതായ വിഷയങ്ങളുടെ നിയമങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നല്ലൊരു മെഡിക്കൽ
മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തുക എന്നുള്ളത് നല്ലതാണ്. പൂർണ്ണ ആരോഗ്യവാനായിക്കൊണ്ട് അതിന് വേണ്ടതായ മുൻകരുതലുകളുമായിക്കൊണ്ട് ആരാധനക്കായിക്കൊണ്ട് എനിക്ക് ചിലവഴിക്കാൻ മാത്രം സമയം നീക്കിവെച്ചുകൊണ്ട് മറ്റുള്ളതായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പൂർണ്ണമായ ഒരു ഫിറ്റ് ആയിക്കൊണ്ട് തന്നെ അതിന് പോകുവാനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു ആ രീതിയിൽ നല്ല തയ്യാറെടുപ്പോടുകൂടി തന്നെ ഈ ഹജ്ജിനെ വരവേൽക്കുവാനും അത് നിർവഹിക്കുവാനുമുള്ള മഹാഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.